അപ്പൊ ഇന്ന് ക്രിസ്മസ് ആണ്. അപ്പൊ എല്ലാവർക്കും ആദ്യം തന്നെ ഒരു ഹാപ്പി ക്രിസ്മസ് പറഞ്ഞിട്ട് തന്നെ നമുക്ക് ഈ വീഡിയോ തുടങ്ങാം. ഞാൻ സാധാരണ എങ്ങനെയാണ് വിഷ് ചെയ്യാറില്ല, പക്ഷെ എന്നാലും നിങ്ങളൊന്ന് വിഷ് ചെയ്യണമെന്ന് തോന്നി. എനിക്ക് നിങ്ങൾ അത്ര ഇഷ്ടമാണ്, അതുകൊണ്ട് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഇന്ന് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒന്നും എടുക്കണ്ടെന്ന് ഞാൻ തന്നെ വിചാരിച്ചതാണ്. എന്തിനാണ് വെറുതെ ഒരു ക്രിസ്മസ് ഒക്കെ ആയിട്ട് നമ്മൾ വെറുതെ ഭയങ്കര സീരിയസ് വിഷയമൊക്കെ എടുക്കുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് നല്ല രസമുള്ള ഒരു വീഡിയോ ഉണ്ട്. അതായത് രഞ്ജിത്ത് മെമ്പർ, ഈ പുള്ളിക്കാരനെ ഭൂരിഭാഗം പേർക്കും അറിയായിരിക്കും. കാര്യം മുമ്പ് നമ്മുടെ KCBക്ക് ഒരു പണി കൊടുത്ത, അതായത് ചില്ലറകളൊക്കെ കൊണ്ടുപോയി കൊടുത്ത് നല്ല പണി കൊടുത്ത, അതായത് KCBക്കാര് നമ്മളോട് കാണിക്കുന്നത് നമ്മൾ കണ്ടിരിക്കുന്നതാണ്. അതായത് ഈ കറണ്ട് കട്ട് ചെയ്ത് കളയണതും, അതായത് ഈ പവർ കട്ടും അതേപോലുള്ള ഒരുപാട് സംഭവത്തിനെതിരെ പുള്ളിയുടെ ഒരു പ്രതിഷേധമായിട്ട് ഈ രഞ്ജിത്ത്, പുള്ളി എന്ന് പറഞ്ഞാൽ വാർഡ് മെമ്പറാണ്. അപ്പൊ പുള്ളി ശരിക്കും ഇങ്ങനെ ആവണം ഒരു വാർഡ് മെമ്പർ എന്നൊക്കെ തോന്നിപ്പോയ ഒരു സമയം പറഞ്ഞത്. കാര്യം അവർക്കിട്ടൊരു പണി കൊടുക്കുന്ന രീതിക്ക് ചില്ലറകൾ, അതായത് അവിടെ ഉള്ള കുറച്ച് ആൾക്കാരുടെ മുഴുവൻ ബില്ല് ചില്ലറകളായിട്ട് കൊണ്ടുപോയിട്ട് പുള്ളി മറ്റേ KCBയുടെ ഓഫീസിനകത്ത് അടയ്ക്കണവർ അവർക്കിട്ട് നല്ല മുട്ടം പണി കൊടുക്കുന്ന രീതിക്ക് ഒരു സംഭവം നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടായി. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിപ്പോയി ഇതേപോലത്തെ ഒരു മെമ്പർ നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോയി. അപ്പം അങ്ങനത്തെ ഒരു ആളാണ് ഈ പറയുന്ന രഞ്ജിത്ത് മെമ്പർ എന്ന് പറയുന്നത്. അപ്പം ആ പുള്ളിക്കാരൻ ഇപ്പം ക്രിസ്മസ് ഒക്കെ ആയിട്ട് മറ്റേ പപ്പാനിയുടെ കൂടെ ഇരുന്ന് പോകുന്ന ഒരു വീഡിയോ കാണാനായിട്ടിടയായി. അപ്പോൾ ആ ഒരു വീഡിയോ എനിക്കൊന്ന് അതിനെപ്പറ്റി പറയണമെന്ന് തോന്നി. അപ്പം നമുക്ക് അതൊന്നും ആദ്യം കണ്ടു നോക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. പൈസ പറ്റത്തില്ല അമ്മ 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 ഈ വാർഡിലെ മെമ്പറാ ഞാൻ. ഞങ്ങൾ അങ്ങോട്ടേ പൈസ തരൂ, ഇങ്ങോട്ട് വാങ്ങിക്കത്തില്ല അമ്മ മധുരം. ഇതാ എന്തെങ്കിലും നല്ല പ്രവർത്തിയും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോയി. നല്ല എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അപ്പോഴേ പൊക്കി അങ്ങ് എടുത്തിരിക്കുകയാണ്. വേണ്ട, എന്നെ എടുത്താലും അത്ര ആരോഗ്യമുണ്ടല്ലേ. വാ. ആ വീഡിയോ ഫസ്റ്റ് കണ്ടപ്പോഴല്ല ഞാൻ വിചാരിച്ചു ഇതെന്താ സംഭവം, അതായത് പപ്പാരിയുടെ മറ്റേ കൊട്ടയിനകത്ത് കയറി ഇരുന്നിട്ട് പോണേണ് പുള്ളി. അപ്പൊ കണ്ടപ്പോൾ നല്ലൊരു രസമായിട്ട് തോന്നി ആ വീഡിയോ. പിന്നെ ഞാനിങ്ങനെ ചിന്തിച്ചു ഇത് എങ്ങനെ ഈ പുള്ളി പോണത്, അതായത് ഇതിന്റെ പൊക്കത്ത് ശരിക്കും കയറി ഇരുന്നിട്ടാണ് ഇങ്ങനെ പോണതെന്നൊക്കെ ആലോചിച്ചപ്പോഴത്തേക്കാണ് പിന്നെ അതിന്റെ അടുത്തൊരു വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത്. അതായത് ഈ പുള്ളി തന്നെയാണ് നടക്കണത്. ശരിക്കും പപ്പാനി ഒരാളിങ്ങനെ എടുത്തിട്ട് നടക്കണേ അല്ല പുള്ളീനെ. അതായത് പപ്പാനി അത് ജസ്റ്റ് ഒരു ബൊമ്മയാണ്. എന്നിട്ട് പുള്ളി അതിന്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുന്ന പോലെ ഒരു കാലിങ്ങനെ വെറുതെ വെച്ചിട്ട് പുള്ളിയാണ് ശരിക്കും നടന്നു പോണത്. എന്നിട്ട് പുള്ളി മറ്റേ ഒരു അമ്മച്ചി എന്നിട്ട് പൈസ കൊടുത്തപ്പോഴത്തേക്കും പറയുന്ന കാര്യം കണ്ട, ഞാൻ ഈ നാട്ടിൽ മെമ്പറാണ്, അപ്പം ഞാൻ നിങ്ങൾക്ക് അങ്ങടാണ് പൈസ തരേണ്ടത്, അല്ലാണ്ട് നിങ്ങൾ ഇങ്ങടല്ല തരേണ്ടതെന്ന് പറഞ്ഞിട്ട് മനുഷ്യന് നന്നാവാൻ സമ്മതിക്കില്ല. അല്ലെ, മനുഷ്യൻ മര്യാദക്ക് ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴും പൊക്കി പിടിച്ചിട്ട് വന്നേക്കണേ എന്നൊക്കെ പറയുന്ന ഒരു സംഭവമില്ല. കേട്ടപ്പോഴത്തേക്കും നല്ലൊരു രസമായിട്ട് തോന്നി. ഇനി അതിൻ്റെ തന്നെ ഒരു വാർത്തേനകത്ത് വന്നേക്കുന്ന ഒരു സംഭവമുണ്ട്, അതും കൂടെ ഒന്ന് കണ്ടു. വൈദ്യുതി മുടങ്ങിയതിന് KCB ഉദ്യോഗസ്ഥരെ കൊണ്ട് നാണയം വെണ്ടിപ്പിച്ചു. നവകേരള സദസ്സിന് നേരെ ദേഹമാസകലം വെള്ളപൂശി സമരം. ഇപ്പോൾ ക്രിസ്മസ് ആഘോഷവും വ്യത്യസ്തമാക്കുകയാണ് രഞ്ജിത്ത് മെമ്പർ. സാന്താക്ലോസിന്റെ സമ്മാനക്കൊട്ടയിൽ കയറിയിരിക്കും പോലെയാണ് മെമ്പറെ നാട്ടുകാർ കണ്ടത്. തലയാട്ടുന്ന സാന്താക്ലോസിന്റെ രൂപം രഞ്ജിത്ത് പുറത്ത് കെട്ടിവെച്ചിരിക്കുകയായിരുന്നു. സാന്താക്ലോസിനെയും കൊണ്ട് നാടുചുറ്റിയ മെമ്പർ നാട്ടുകാർക്ക് മധുരം വിതരണം ചെയ്തു. എല്ലാവർക്കും ആശംസകളും നേർന്നു. നാട്ടുകാർക്ക് കൗതുകം, സന്തോഷം. രഞ്ജിത്ത് മെമ്പർ അങ്ങനെ ചിരിച്ചും ചിന്തിപ്പിച്ചും യാത്ര തുടരുകയാണ്. എന്താല്ലേ, അതായത് സാധാരണ ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ കരോളൊക്കെ വരുമ്പോഴത്തേക്ക് അവർ അങ്ങടാണ് പൈസ മേടിക്കണത്. പക്ഷെ പുള്ളി ഈ കരോളിന്റെ പോലെ തന്നെ ഈ പപ്പാനിയുടെ കൂടെ തന്നെ പോയിട്ട് പുള്ളി അങ്ങോട്ട് അവർക്ക് ട്രീറ്റ് കൊടുക്കുന്ന ഒരു, അതായത് ഇപ്പൊ മധുരം കൊടുക്കുന്ന പോലെയുള്ള സംഭവമാണ് നമ്മളിപ്പോ കണ്ടത്. അതായത് ഒരു നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഓപ്പോസിറ്റ് പോലത്തെ ഒരു, അതായത് അതിന്റെ ബാക്കിലും പുള്ളിക്കാരന്റെ ബ്രെയിൻ ഉണ്ടാവും ഇത് എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു രീതിക്ക്. അപ്പൊ ഇങ്ങനെയുള്ളവരാണ് ശരിക്കും നമ്മുടെ നേതാവൊക്കെ ആയിട്ട് വരുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. കാര്യം നമ്മുടെ ജനങ്ങളുടെ ഇടയിലേക്കൊക്കെ ഇറങ്ങി വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ആൾക്കാർ. അല്ലാണ്ട് ഇപ്പം നമ്മളിപ്പോൾ കുറേ പേരെ നമ്മൾ കാണാറുണ്ട്. അതായത് ഇലക്ഷനൊക്കെ കഴിയുന്ന വരെ എല്ലാവരും ഭയങ്കരമായിട്ടൊക്കെ നമ്മുടെ ഒപ്പമൊക്കെ വരും. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ ഭയങ്കര ടോപ്പും നമ്മൾ പാവപ്പെട്ടവരൊന്നും ഒരു വിലയില്ലാത്ത പോലുള്ള കുറേ പേരെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്, ഇപ്പോഴും കാണുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ളവർ, അതായത് ഈ പുള്ളി ചെയ്യുന്ന ഓരോ കാര്യം, അതായത് ജനങ്ങൾക്ക് എന്താണോ പ്രശ്നം വരുന്നത് അപ്പം അതിനെതിരെ പുള്ളി നടത്തുന്ന ഓരോ പ്രതിഷേധങ്ങളും പുള്ളി റിയാക്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അതൊക്കെ കാണുമ്പോഴത്തേക്ക് എനിക്ക് ഞാൻ ഇടയ്ക്ക് ഞാൻ ആലോചിക്കാറുണ്ട് ഇതേപോലുള്ള ആൾക്കാർ. അപ്പോൾ പുള്ളി ഇപ്പോൾ ക്രിസ്മസിന് ഇതേപോലുള്ള പരിപാടിയായിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് നല്ലൊരു രസം ഉണ്ടായി അത് കണ്ടപ്പോഴത്തേക്ക്. അപ്പോൾ എനിക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങളോട് പറയണമെന്ന് തോന്നിയപ്പോൾ വന്ന് പറഞ്ഞതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് ടാറ്റാ ബൈ ബൈ, സീ യു.